കൂട്ടുകാരെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഞാനൊരു പുതിയ ഡ്രാമയായിട്ടാണ് വന്നേക്കുന്നത്. ചേട്ടാനിയന്മാരുടെ ബോണ്ട്, ഫാമിലി ബോണ്ട്, സ്നേഹം, ലവ്, കോമഡി, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിറഞ്ഞൊരു ഡ്രാമയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഡ്രാമയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. എൻ്റെ വോയിസിൽ ഇതുപോലത്തെ ഡ്രാമകൾ കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഇവിടെ തുടക്കം തന്നെ കാണിക്കുന്ന ഒരു കുഞ്ഞു കുരുപ്പിരുന്ന് അവിടെ പടം വരയ്ക്കുന്നതാണ്. അപ്പോൾ അതുവഴി പോകുന്ന വണ്ടിയിൽ നിന്ന് എന്തോ സാധനം വീണ് നോക്കുമ്പോഴത്തേ നമ്മുടെ പെണ്ണാണ് ഒരു ചെറുക്കൻ്റെ മുഖത്തോട്ട് നോക്കൂ. ഇത് നമ്മുടെ ഹീറോയിന്, ഇത് ഹീറോയാട്ടോ. ഇഷ്ടപ്പെട്ട് ഇരുന്ന് കൊച്ചുകുറിപ്പിരുന്ന് ട്യൂൺ ചെയ്യുമ്പോഴത്തേന് തന്തപ്പടി അവിടുന്ന് ഓടി വരും. എന്താ എൻ്റെ മൂക്ക് പറ്റിയെന്ന് ഓർത്ത് അവിടെ വന്ന ഡാഡി ചോദിക്കും, എന്തെങ്കിലും പറ്റിയോ മൂക്ക്? കുഞ്ഞിച്ചിന് പറയും, എനിക്കൊന്നും പറ്റിയില്ല പപ്പ. ഹീറോയുടെ അച്ഛൻ പറയും, എൻ്റെ തെറ്റാണ്, ഞാൻ ഇത്ര സാധനങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു, ഞാൻ പുതുതായിട്ട് ഇവിടെ താമസിക്കാൻ വന്നതാണ്, എൻ്റെ പേര് ഇന്നതാണ്, ഞാൻ പോലീസ് ഓഫീസറാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തും. എൻ്റെ അച്ഛനും പറയും, ഞാനിവിടെ ന്യൂഡിൽസ് ഷോപ്പ് നടത്തുക എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യും. ഹീറോയിൻ്റെ അച്ഛൻ പറയോ, നിങ്ങളല്ലേ പുതുതായിട്ട് സെക്കൻഡ് ഫ്ലോറിൽ താമസിക്കാൻ വന്ന പോലീസുകാരൻ? എന്നോട് ആൻറ്റി ഫെങ്ങ് പറഞ്ഞായിരുന്നു. ഓ, അത് ഞാൻ തന്നെയാ. പുള്ളിക്കാരൻ്റെ ഭാര്യ പറയും, ചേട്ടൻ നമുക്ക് പോകണ്ടേ, ഭയങ്കര ചൂടെടുക്കുന്നു, വാ, കുറെ പണിയൊക്കെ ഉണ്ടെന്ന്. അപ്പം നമ്മുടെ പുള്ളിക്കാരൻ പറയും, ഇതെൻ്റെ ഭാര്യയും മാനും ഒക്കെയാന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തും. എന്നാൽ ശരി, ഞാൻ പിന്നെ കാണാമെന്നും പറഞ്ഞുകൊണ്ട് പുള്ളി അങ്ങ് പോകും. ഡാഡി പറയും, മോളെ ജിയാ, നിനക്ക് ഇപ്പം ഹാപ്പി ആയോ? ആ ഡാഡി ഹാപ്പി ആയി. അപ്പം പെട്ടെന്ന് പുള്ളി ഓർക്കും, മോളെ നീ എന്നാ ഫുഡ് കംപ്ലീറ്റ് ചെയ്യാഞ്ഞത്? അപ്പം നമ്മുടെ കൊച്ചുകുരിപ്പ് പറയും, ഓ ഞാൻ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പം നോക്കുമ്പോഴത്തേന് അതൊരു അച്ഛനും പക്ഷെ അമ്മയും മോളും നിൽക്കുന്ന പോലത്തെ ആയിരുന്നു കേട്ടോ. അത് കണ്ട് പുള്ളിക്ക് സങ്കടം വന്നിങ്ങനെ പുള്ളി പറയും, എൻ്റെ സുന്ദരിമോക്ക് ഒരു സമ്മാനം ഉണ്ട്, ഐസ്ക്രീം മേടിച്ചു തരാം. അപ്പോൾ നമ്മുടെ കൊച്ചു പറയും, രണ്ടെണ്ണം വേണമെങ്കിൽ രണ്ടെണ്ണം, ആദ്യമേ വന്ന് എൻ്റെ പുന്നാര മോളാ ഫുഡ് കഴിച്ചേ. ഒരു കാര്യം കൂടെ, നമ്മുടെ കുഞ്ഞു ജിയാൻ അമ്മയില്ല, അവിടെ അച്ഛനാണ് വളർത്തുന്നത്. നമ്മുടെ ഭാര്യ ഭർത്താവിനെ കാണിക്കുന്നത്. അവരിങ്ങനെ സംസാരിക്കും. നമ്മുടെ താഴത്തെ വീട്ടിലെ അദ്ദേഹമില്ലേ, അദ്ദേഹത്തിൻ്റെ ഭാര്യ കഴിഞ്ഞ വർഷമാണ് മരിച്ചു പോയത്. 6 മാസം ഗർഭിണിയും കൂടിയായിരുന്നു. ഇതൊന്നും അയാളോട് ചോദിക്കുകയൊന്നും ചെയ്തേക്കരുത്. എന്നോട് ആൻറ്റി ഫെങ്ങാണ് പറഞ്ഞത്, പാവം ഉണ്ടല്ലേ അയാൾ. അപ്പം പുള്ളിക്കാരത്തി പറയും, ഓ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഏതാണ്ട് നല്ല രീതിയിലാണ് പോകുന്നത്. അപ്പം പുള്ളിക്കാരൻ്റെ മുഖം എന്തോ പോലായിട്ട് പുള്ളിക്കാരൻ പറയും, ഓ എന്തൊരു ചൂടാന്നൊക്കെ പറഞ്ഞ് അവിടെ സംസാരം ഇങ്ങനെ മാറ്റിയെടുക്കും. ഇവരുടെ ഇടയിലും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പുകയാണ്. നമ്മുടെ കുഞ്ഞു ഹീറോ ആണെങ്കിൽ പാത്തിരുന്ന് അവൻ്റെ ഫാമിലി ഫോട്ടോ നോക്കും. അതിനകത്ത് ഒരു കുഞ്ഞു കൊച്ചിനെയും കാണാം കേട്ടോ. എന്നിട്ട് ആരോ വരുന്നത് കേട്ടിട്ട് അവൻ പെട്ടെന്ന് അതെടുത്ത് മാറ്റുമ്പോഴത്തേന് അവൻ്റെ അമ്മ ചോദിക്കും, എന്താണ് നീ ഇപ്പം എടുത്ത് മാറ്റിയത്, എന്താണ് നീ എടുത്ത് മാറ്റിയതെന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെട്ടിട്ട് അവരെടുത്തിട്ട് നോക്കുമ്പോഴത്തേക്ക് ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർ പൊട്ടി കരയാൻ തുടങ്ങും. എന്നിട്ടാണെങ്കിൽ അവർ അമ്മ ആ ഫോട്ടോസൊക്കെ വലിച്ചെടുത്തിട്ട് പറയും, കീറിയിട്ട് പറയും, നിന്നോട് ആരാണ് ഇതെടുത്തോണ്ട് വരാൻ പറഞ്ഞതെന്നും പറഞ്ഞു ദേഷ്യപ്പെട്ട് വെളിയിലോട്ട് പോകും. അപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ എന്തോ പോലെ നോക്കി നിൽക്കും. എന്നിട്ട് അവൻ്റെ അമ്മയാണെങ്കിൽ അത് കൊണ്ടുവന്നിട്ട് വേസ്റ്റിനകത്ത് ഇട്ടിട്ട് പോകാൻ നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞു ജിയാൻ ഓടി വന്നിട്ട്, ആൻറ്റി ഇത് എൻ്റെ ചേട്ടായിക്ക് കൊണ്ട് കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഐസ്ക്രീം കൊടുക്കും. അപ്പോഴത്തേനും അവൻ്റെ അമ്മ പറയും, അവൻ അതൊന്നും ഇഷ്ടമല്ല, നോ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് കയറിപ്പോകും. അപ്പം നമ്മുടെ പെണ്ണാണ്, ഇതന്നെ ഇങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് നിൽക്കും. കുഞ്ഞൂരിപ്പാണ് ആ വേസ്റ്റ് ബാസ്കറ്റിലോട്ട് നോക്കും. എന്നിട്ട് പിന്നെ രാത്രിയാണ് കാണിക്കുന്നത്. അവളുടെ അച്ഛൻ എന്തോ ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഈ കുറേ ഫുഡ് കാണാൻ നല്ല ഭംഗിയാണ്, ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് മോളെ കഴിക്കാൻ വന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ വിളിക്കാൻ നോക്കുമ്പോഴത്തേക്കും മോള് വലിയ പണിയില്ല. ആടി ഇനി വന്ന് ഇത് കണ്ടോ, മോളിലത്തെ വീട്ടുകാർ കൊണ്ട് കളഞ്ഞ അവരുടെ സിസ്റ്ററിൻ്റെ ആണെന്ന് തോന്നുന്നു. ആൻറ്റി ഇല്ല, ആൻറ്റി കൊണ്ട് വേസ്റ്റിനകത്ത് ഇട്ടതാ, ഞാനാ എടുത്തോണ്ട് വന്നത്. നോക്കച്ചാ കുറേ കളിപ്പാട്ടങ്ങളുണ്ട്. മോളിങ്ങി വന്നേ, മോളോട് ഒരു കാര്യം പറയട്ടെ, ഇതൊന്നും എടുക്കരുത്, അതൊക്കെ അവരുടെ പ്രൈവസി സാധനങ്ങളാണ്. അതെന്നാ അച്ഛാ? കാരണം അത് നമ്മുടെ ലിങ്ങിൻ്റെ സിസ്റ്ററാണ്. ആണോ അച്ഛാ? നമ്മുടെ അമ്മ മരിച്ചു പോയതുപോലെ ആ കുഞ്ഞു മരിച്ചു പോയോ? ഇല്ല മോളെ, അവരെല്ലാവരും ഒരു മായാലോകത്ത് പോയേക്കുക. അപ്പം അച്ഛ അവർ തിരിച്ചു വരുമോ? ഇല്ല മോളെ, അവർ തിരിച്ചു വരില്ല, നമ്മൾ അങ്ങോട്ട് പോകും. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് കുറേ കുഞ്ഞ് ജിയാൻ വലുതായിട്ട് മുത്തശ്ശിയായി കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞിനെ അവരെ കാണാം. എങ്ങനെയാ അച്ഛാ? അത് ഇങ്ങനെയാണോ? അങ്ങനെ അച്ഛനും മോളും തമാശകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അച്ഛൻ അതെടുത്തോണ്ട് പോകാൻ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞു ജിയാൻ പറയും, അച്ഛാ പ്ലീസ് അച്ഛാ, ഇതെൻ്റെ കയ്യിലിരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് സോപ്പിടും. പുള്ളിയും പറയും, ആ ഓക്കെ. പിറ്റേ ദിവസം ഒരു ഫ്രീക്ക് മുത്തശ്ശി ഓടി വന്നിട്ട് പറയും, എടാ ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഓടി വന്നേടാന്ന് പറയും. അപ്പം നമ്മുടെ പുള്ളിക്കാരൻ പറയും, അയ്യോ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, രാവിലെ കട തുറങ്ങുള്ളതെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയും, എൻ്റെ പൊന്നേടാ നീ ഒന്നും ഒരുങ്ങിയൊന്നും വരണ്ട, ഇതൊന്നും ചേഞ്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് പാടാന്നും പറഞ്ഞ് പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങ് പോകും. ഇവിടെ കുഞ്ഞു ജിയാനെയും കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അവൾക്ക് എന്തോ ദേഷ്യം വന്ന് ഇങ്ങനെ നിൽക്കുക. എന്താണെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൊച്ചിനെയും ഒരമ്മയും കൂടെ കാണാം. എന്താ സംഭവം എന്നൊക്കെ അടുത്ത വീഡിയോ കാണാം. എൻ്റെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.